പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 2 കൊരിന്ത്യർ 5-7 കാഴ്ചയാൽ അല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം കാഴ്ചയുടെ അല്ല, അത് വിശ്വാസത്തിൻ്റെ ജീവിതം അത്രേ. പലപ്പോഴും ലോകമനുഷ്യൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ചിന്തിച്ച് അതിനനുസരിച്ച് ജീവിതത്തിൽ ഓരോ ചുവടും വെക്കുമ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ ചുവടുകൾ വിശ്വാസത്തിൻ്റെ ചുവടുകൾ അത്രേ. ഒന്നും കണ്ടിട്ടല്ല, ഒന്നും ഹല്ലേലൂയ ജീവിതത്തിൽ നേടിയിട്ടുമല്ല, ദൈവം നടത്തുന്നു എന്നൊരു വിശ്വാസത്തിലാണ് നാം പുറപ്പെടുന്നത്. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു, അവൻ കൽദയരുടെ ദേശമായ ഊരിൽ നിന്നും ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി പുറപ്പെട്ടു. മുമ്പിൽ എന്തെന്നറിയത്തില്ല, മുമ്പിൽ എങ്ങനത്തെ സാഹചര്യമെന്ന് അറിയത്തില്ല, പക്ഷെ താൻ വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെച്ചു. അതുകൊണ്ട് എന്താ അവനെ വിശ്വാസികളുടെ പിതാവെന്നാണ് വിളിക്കുന്നത്. വിശ്വാസത്തിൻ്റെ ചുവട് വെക്കാൻ അബ്രഹാമിനെ പോലെ ആർക്കും കഴിയത്തില്ല. തനിക്കുള്ളതൊക്കെ വിട്ട്, പിതൃദേശത്തെ വിട്ട്, ചാർച്ചക്കാരെ വിട്ട് ദൈവം കാണിപ്പാതിരിക്കുന്ന ദേശത്തേക്ക് അവൻ ഓരോ ചുവടും വെച്ചു. അത് വിശ്വാസത്തിൻ്റെ നടപ്പത്രേ. എബ്രായ ലേഖനം 11 വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. ഹാനോക്ക് ദൈവത്തോട് കൂടെ ഹല്ലേലൂയ നടന്നു. ജീവിതത്തിൽ ഭൂരിഭാഗം സമയം കർത്താവിനോട് കൂടെ നടന്നവനാണ് ഹാനോക്ക്. തൻ്റെ ജീവിതത്തിൽ വലിയ ദൈവപ്രവർത്തികളെ അവൻ തിരിച്ചറിഞ്ഞു. ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ ദൈവവുമായി നമുക്കൊരു കൂട്ടായ്മ വേണം, ദൈവവുമായിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ വേണം. ഹാനോക്കിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് കേട്ടുപഠിച്ച് ദൈവത്തോട് സംസാരിച്ച് ഹല്ലേലൂയ അവൻ്റെ ജീവിതം അവൻ മുന്നോട്ട് കൊണ്ടുപോയി. ഇന്ന് രാവിലെ സമയത്തും ഒരു ദൈവ പൈതലാണോ നാം? നമ്മുടെ ജീവിതം വിശ്വാസത്തിൻ്റെ ജീവിതമായി തീരട്ടെ. നാം നമ്മുടെ കർത്താവുമായി ഹല്ലേലൂയ നിരന്തരം കമ്മ്യൂണിക്കേഷൻ നടത്തി കർത്താവിൻ്റെ കരം പിടിച്ച് നമുക്ക് നടക്കാം. ഹല്ലേലൂയ. നമ്മെ എത്തേണ്ടുന്ന സ്ഥലത്ത് അവൻ എത്തിക്കും. ഹാനോക്ക് തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് കൂടെ നടന്നപ്പോൾ ദൈവം അവനെ എടുത്തുകൊണ്ടുപോയി എന്ന വേദപുസ്തകം പറയുന്നത്. അവൻ ദൈവത്തോട് കൂടെ നടന്നപ്പോൾ എടുത്തുകൊണ്ടുപോകുക മാത്രമല്ല, അവൻ ജീവിതത്തിൽ തൻ്റെ ഭാവിയെ ഓർത്ത് ഹല്ലേലൂയ അടുത്ത തലമുറകളുടെ ഭാവിയെ ഓർത്ത് അവൻ പ്രവചിച്ചു എന്ന് യൂദയുടെ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നപ്പോഴാണ് ഹല്ലേലൂയ ഈ ലോകത്തിൽ ഹല്ലേലൂയ നല്ല തലമുറകളെ കൊടുത്ത് ദൈവം അവനെ മാനിച്ചത്. ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ കൈപിടിച്ച് നടക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ, നീ എത്തേണ്ടുന്ന സ്ഥലത്ത് ദൈവം നിന്നെ എത്തിക്കും. ഹല്ലേലൂയ. ദൈവം നിന്നെ വഴിയിൽ തള്ളിക്കളയത്തില്ല. എവിടെയാണോ നിനക്ക് എത്തേണ്ടത് അവിടെ എത്തിക്കാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. 2, ദൈവത്തോട് കൂടെ നടക്കുന്ന ദൈവ പൈതലെ, ഹല്ലേലൂയ നിന്നെ ദൈവം ഒരു അനുഗ്രഹ വിഷയമായി തീരും. നീ സന്താന പുഷ്ടിയുള്ളവരായി തീരും. നിൻ്റെ ഹല്ലേലൂയ പേറും പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ ജീവിതത്തിൽ നന്മകൾ കൊണ്ട് ദൈവം നിറയ്ക്കും. നീ ശൂന്യനായി തീരത്തില്ല. നീ ഹല്ലേലൂയ നിഷ്ഫല അവസ്ഥയിലേക്ക് പോകത്തില്ല. നീ ഫലദായകനായി തലമുറകളുള്ളവനായി ദൈവത്താൽ മാനിക്കപ്പെടുന്നവനായി തീരും. ഹാനോക്കിനെ പോലെ ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ ദൈവിക ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. നാം ദൈവിക ശബ്ദം കേൾക്കുക മാത്രമല്ല, അടുത്ത തലമുറയ്ക്ക് അത് കൈമാറാൻ ദൈവം നമ്മെ ഉപയോഗിക്കും. ഇന്ന് പകൽക്കാലവും എത്ര പേര് പ്രാർത്ഥിക്കും, ദൈവമേ അങ്ങയുടെ കൂടെ നടക്കാൻ, അങ്ങയുടെ കരം പിടിച്ച് നടത്താൻ ഞങ്ങളെ ബലപ്പെടുത്തണം. പൂർവ്വ പിതാവായ അബ്രഹാം നടന്നപ്പോൾ വേദപുസ്തകം പറയുന്നു, ദൈവം അവനെ ഏകനായി വിളിച്ചു. ഏകനായി വിളിക്കുക മാത്രമല്ല, അവനെ അനുഗ്രഹിച്ച് അവനെ വർദ്ധിപ്പിച്ചു. ഇന്ന് രാവിലെയും നമുക്കും അബ്രഹാമിനെ പോലെ ഹാനോക്കിനെ പോലെ ദൈവത്തോട് കൂടെ നടക്കാം. ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ ദൈവിക നന്മകളെ പ്രാപിക്കാൻ സാധിക്കും. ഹാനോക്കിനെ പോലെ തലമുറകളെ ഹല്ലേലൂയ ഉണ്ടാക്കുവാൻ, തലമുറകളുടെ ഹല്ലേലൂയ നായകനായിരിക്കാൻ ദൈവം അവനെ ബലപ്പെടുത്തി. ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന നിങ്ങളുടെ ഭവനത്തിനകത്ത് ഈ ദൈവിക കൂട്ടായ്മ, ദൈവിക ചുവടുകൾ നിങ്ങൾക്ക് ദൈവം തരുമാറാകട്ടെ. വിശ്വാസത്തിൻ്റെ ചുവടുകൾ. പാട്ടുകാരൻ പറയുന്ന പോലെ, കാഴ്ചയാലേ അല്ല വിശ്വാസത്താലേ അത്രേ. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും നേരത്തിലും എന്നെ കരങ്ങളിൽ താങ്ങുന്ന ഒരു കർത്താവ് കൂടെയുണ്ട്. ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നപ്പോൾ വേദപുസ്തകത്തിൽ ഹല്ലേലൂയ പറയുന്നു, അവനെ ജയോത്സവമാക്കി ദൈവം നടത്തുക മാത്രമല്ല, ദൈവം അവനെ എടുത്തുകൊണ്ടുപോയി എന്ന് വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടുപോയി, ഉന്നതങ്ങളിലേക്ക്
എടുത്തുകൊണ്ടുപോയി. ഈ ഭൂമിയിൽ ജീവിക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ, ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം ദൈവത്താൽ എടുക്കപ്പെടുക എന്നതത്രേ. കാഹളം ധ്വനിക്കുമ്പോൾ ഹല്ലേലൂയ, ലോകത്തിൽ അനേകർ തള്ളപ്പെടുമ്പോൾ ദൈവത്തോട് കൂടെ നടക്കുന്ന ദൈവ പൈതലെ, നീ തള്ളപ്പെടാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം ദൈവത്താൽ എടുക്കപ്പെടുക എന്നത്രേ. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ വരുമ്പോൾ ഹല്ലേലൂയ, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം ഓരോരുത്തരും അവനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മിലൂടെ നിറവേറും. നമുക്ക് വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെക്കാം. കർത്താവിൻ്റെ വചനം പറയുന്ന പ്രകാരം കർത്താവിൻ്റെ ശബ്ദത്തിനനുസരിച്ച് നമ്മുടെ ചുവടുകളെ വെക്കാം. നാം ഈ ലോകത്തിൽ ഹല്ലേലൂയ മറ്റു മനുഷ്യരെ പോലെ അല്ല, എവിടേക്ക് പോകുന്നു എന്നറിയാതെ ലക്ഷ്യമില്ലാതെ നടക്കുന്നവരുടെ കൂട്ടത്തിലല്ലല്ലോ നമ്മുടെ കരം പിടിച്ച് നടക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അത് വിശ്വാസ കണ്ണാലൊന്ന് കാണാൻ പറ്റുമോ? വിശ്വാസത്തിൻ്റെ കാതുകൾ തുറന്നൊന്ന് കേൾക്കാൻ പറ്റുമോ? ദൈവശബ്ദം കേട്ട് ദൈവിക ഹല്ലേലൂയ കരത്തിൽ പിടിച്ച് നമുക്ക് ഓരോ ചുവടും വെക്കാം. ഹാനോക്കിനെ പോലെ സന്താന പുഷ്ടിയുള്ളവരായി വളരാം. ഹാനോക്കിനെ പോലെ ഹല്ലേലൂയ ദൈവത്തോട് കൂടെ നടക്കാം. ഹാനോക്കിനെ പോലെ ദൈവിക ശബ്ദം കേട്ട് പ്രവചിക്കാം. ഹാനോക്കിനെ പോലെ കർത്താവിനാൽ എടുക്കപ്പെടാം. ഈ ദൈവം വിശ്വസ്തനത്രേ. ഈ ദൈവം നമ്മെ ജയോത്സവമാക്കി നടത്തുന്ന ദൈവമത്രേ. ഇന്ന് പകൽക്കാലവും അവൻ്റെ മുഖത്തേക്ക് നോക്കുമോ? വിശ്വാസത്തിന് ചുവടുകൾ വെക്കുമോ? അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ, ആമീൻ.